പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കളത്തിക്കടവ് പാലത്തിനടുത്താണ്. അപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ എൻ്റെ ജീവന് തന്നെ ഭീഷണിയാവുന്നൊരു വീഡിയോ തന്നെയാണ്. കാരണം ഇതുപോലെ ഒരു സംഭവം കോട്ടയത്ത് നടന്നിട്ട് കോട്ടയത്തുള്ള സകല രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും പണം മേടിച്ചുകൊണ്ട് ഒരു അഴിമതിക്ക് കൂട്ടു നിൽക്കുന്ന കഥയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ഞാനിത് നേരത്തെ ഒന്ന് വീഡിയോ ചെയ്തതാണ്. എന്നിട്ട് ഇതുവരെ കോട്ടയത്തുള്ള ഒരു മാധ്യമങ്ങളും കേരള കൗമുദിക്കകത്തൊരു വാർത്ത വന്ന് അല്ലാതെ വേറെ ഒരു മീഡിയക്കാരും ഇതുപോലൊരു അഴിമതി നടന്നിട്ട് അതിന് കൂട്ടു നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കുറ്റകരമല്ലേ. ഇത് നാടിനെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി എല്ലാവരും കൂട്ടു നിൽക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം. അപ്പം നിങ്ങളത് മുഴുവൻ ഒന്ന് കാണുക. ഇവിടെയാണ് ഏക്കർ കണക്കിന് സ്ഥലം മണ്ണടിച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് ടിപ്പറുകളാണ് ഒരു ദിവസം ഇവിടെ മണ്ണടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, നേരത്തെ ഇവിടെ മറച്ചിട്ടില്ലായിരുന്നു. ഇപ്പം നല്ല തകിടൊക്കെ വെച്ച് നല്ലപോലെ മറച്ചിട്ടാണ് മണ്ണടിക്കുന്നത്. ഇതാണ് ഇപ്പോൾ അതിൻ്റെ എൻട്രൻസ്, നിങ്ങൾ കാണുക. പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. വയനാട് ദുരന്തം ഇന്ന് കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മരണപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്കെല്ലാം, അവരുടെ ആത്മാക്കൾക്കെല്ലാം നിത്യശാന്തി നേരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. വയനാട് ദുരന്തം ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ വരുത്തി വെച്ചതാണ്. പ്രകൃതിയിലെ ചൂഷണമാണ് ഇതിനെല്ലാം കാരണങ്ങൾ. നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണ്ടില്ലേ, മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും പാലിക്കാതെ വന്നുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ ദുരിതങ്ങളെല്ലാം അനുഭവിക്കുന്നത്. പക്ഷെ നമ്മുടെ കോട്ടയത്തെ സംബന്ധിച്ച് കോട്ടയം നമുക്ക് സുരക്ഷിതമാണെന്ന് കരുതാം. പക്ഷെ കോട്ടയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിരിക്കുന്നത് വെള്ളപ്പൊക്കമാണ്. കാരണം അതെല്ലാം കൂടുതൽ മണ്ണിട്ട് നികത്തുന്നത് മൂലം ഉണ്ടായ വെള്ളപ്പൊക്കങ്ങളാണ് നമുക്ക് പെട്ടെന്ന് ഒറ്റ മഴ പെയ്യുമ്പോൾ തന്നെ കോട്ടയൊക്കെ മുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ പടിഞ്ഞാറൻ പ്രദേശമാണ്, ആലപ്പുഴ, കുമരകം, തിരുവാർപ്പം മേഖലകൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു കാഴ്ച ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ അധികാരികളുടെ അറിവോടുകൂടി നടക്കുന്നതാണ് ഇതെല്ലാം. പണത്തിന് മീതെ പരുന്തും പറക്കത്തില്ലെന്നുള്ളത് സത്യമാണ്. കാരണം പണമുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ എന്തും നടക്കും. പണമുള്ളവന്റെ കൂടെ അധികാരികളുള്ളൂ. സാധാരണക്കാരൻ ഒരു 10 സെന്റ് സ്ഥലം അല്ലെ 5 സെന്റ് സ്ഥലം മേടിച്ച് അതിന്റെ അകത്ത് ഒരു ലോഡ് മണ്ണിറക്കിയ അവിടെ കൊടി കുത്താൻ വരും. പക്ഷെ ഏക്കർ കണക്കിന് സ്ഥലം നികത്തിയാലോ? നിങ്ങൾ ഈ കാഴ്ച ഒന്ന് കാണുക. ഇതാണ് കോട്ടയം കളത്തിക്കടവ്. ദേവലോകത്ത് നിന്ന് കൊല്ലാടിന് പോകുന്ന വഴിക്കാണ്. അതിമനോഹരമായ സ്ഥലമാണിത്. കൊടുവരാറാണ് ഇതിൽ ഒഴുകുന്നത്. ഉണ്ടോ, നിങ്ങൾക്ക് കാണാം. അതിമനോഹരമായ സ്ഥലമാണ്. ഇവിടെയൊക്കെ മിക്കപ്പോഴും വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇതെല്ലാം കണ്ടങ്ങളാണ്. ഈ പ്രദേശത്ത് ഒത്തിരി കണ്ടങ്ങളുണ്ട്. അതിനോട് ചേർന്നൊരു വീടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അവിടെ മിക്കപ്പോഴും ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴത്തേന് എപ്പോഴും വെള്ളം കയറാൻ നേരമുള്ളതെന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്കും താഴ്ന്ന സ്ഥലമാണ്. കൊടുവരാറ് എപ്പോഴും ഈ ഒരു ലെവലിലാണ് വെള്ളം നിൽക്കുന്നത് എപ്പോഴും. അതിനോട് ചേർന്നാണ് മണ്ണടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഏക്കർ കണക്കിന് സ്ഥലം ഇവിടെ മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തതാണ്. അന്നേരം തന്നെ ഒത്തിരി പേര് എന്നോട് വിളിച്ച് പറഞ്ഞു അത് വീഡിയോ ചെയ്യരുത്, വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമതും അവിടെ ചെന്നപ്പോഴത്തേനും പലരും എന്നെ വിലക്കി ഈ വീഡിയോ ചെയ്യരുത്, കാരണം ഇതൊരു വലിയ ടീമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നമുക്ക് ചിലപ്പോൾ കൂടി വന്നാൽ നമ്മളെ കൊന്നുകളയുമായിരിക്കും. അത്ര അതിൽ കൂടുതലൊന്നും കാര്യമൊന്നുമില്ല. കുറേ കാണുന്ന സ്ഥലം നിങ്ങൾ കണ്ടല്ലോ. ഇത് മണ്ണടിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിന് മുകളിലായി. 1-2 മാസം എന്ന് വേണേൽ പറയാം. അത്രയും ആയിട്ട് പോലും ഇതുവരെ കോട്ടയത്ത് എന്തുമാത്രം മാധ്യമങ്ങളുണ്ട്. ഒരു മാധ്യമങ്ങൾ അതുപോലെ നമ്മുടെ കോട്ടയത്തിന്റെ MLA അടക്കം, അതുപോലെ കോട്ടയത്ത് എന്തുമാത്രം ഉദ്യോഗസ്ഥരുണ്ട്, ഇവരൊന്നും ഇതുവരെ ഇതിന് ചെറുവിരൽ അനക്കിയിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പാവപ്പെട്ടവൻ ഒരു വീട് വെക്കാൻ വേണ്ടി ഒരു 10 സെന്റ് സ്ഥലം, ഒരു 5 സെന്റ് സ്ഥലമോ കടവും വില മേടിച്ച് അതിന്റെ അകത്തോട്ട് ശകലം മണ്ണിറക്കുമ്പോഴത്തേന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വന്ന് കൊടി കുത്താൻ വരും. ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും കൊടി കുത്തിയിട്ടുമില്ല. എല്ലാവരും ഇവർക്ക് പൂർണ്ണമായ സപ്പോർട്ട് ചെയ്തു കൊടുത്തിരിക്കുന്നതാണ്. ഇതൊരു കണ്ടമാണ്, നിങ്ങൾ കാണുക. ഈ കണ്ടം മണ്ണടിച്ച് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് അതിഭീകരമായ വെള്ളക്കെട്ട് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു തൊട്ട് സമീപത്തൊരു വീട് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അതിന്റെ കാഴ്ചകൾ കണ്ടല്ലോ. അവിടെ നിന്ന് എന്തുമാത്രം സ്ഥലം പുറമ്പോക്ക് ഞാൻ കാണിച്ചു തരാം. പുറമ്പോക്കുള്ളത് അത് മുഴുവൻ കൈയേറിയിരിക്കുകയാണ്. ഇത് കോട്ടയം ടൗണിന്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന ഈ പകൽക്കൊള്ള എന്ന് പറയുന്നത് അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് നമ്മളെന്താ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതാണല്ലോ, കോട്ടയത്ത് ലുലുമാളിന് വേണ്ടി മെയിൻ റോഡ്, അതായത് നാഷണൽ ഹൈവേ വെട്ടിപ്പൊട്ടിച്ചാണ് അവർക്ക് വേണ്ടി ലൈൻ ഇടുന്നത്. പൈപ്പ് ലൈനും മറ്റുള്ളതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. പാവപ്പെട്ടവൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവിടെ പൊട്ടിക്കാൻ പറ്റത്തില്ല. പൈസ ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് നടക്കും? പണമുണ്ടായാലും ഇവിടെ എന്തും സാധിക്കാമെന്നുള്ളൊരു കാര്യമായി മാറിയിരിക്കുകയാണ്. കോട്ടയത്ത് ലുലുമാൾ പണിതിരിക്കുന്ന കണ്ടം നികത്തി പണിതിരിക്കുന്നു. സർക്കാർ അതിന് കൂട്ടു നിൽക്കുന്നു. അതുപോലെ കോട്ടയത്തും പരിസരങ്ങളിലൊക്കെ നിരവധി സ്ഥാപനങ്ങൾ ഇതുപോലെ മണ്ണടിച്ചാണ് ഉയർത്തിയിരിക്കുന്നത്. പാവപ്പെട്ടവന്റെ പുറത്ത് മാത്രമല്ല ഇവർക്കെല്ലാം, ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കയറാൻ പറ്റത്തുള്ളൂ. ഇവരൊന്നും പുറത്ത് കയറാൻ പറ്റത്തില്ല.
അപ്പോൾ ഇതാണ് സ്ഥലം. ഉണ്ടോ, ചെറിയ രീതിയിൽ മണ്ണടിച്ച് തുടങ്ങി. ഇപ്പം കൊടുരാറിൻ്റെ തീരം വരെ മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസമാണ് കൗമുദിയിൽ ഈ ആകപ്പാടെ ഒരു കൗമുദി മാത്രമേ വാർത്ത വന്നുള്ളൂ. ബാക്കിയുള്ള ഇവരെ അടുത്ത് ഞാൻ അവിടെ 1-2 വീട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞത് നിരവധി മാധ്യമങ്ങളൊക്കെ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്, പക്ഷേ ഒറ്റ മാധ്യമത്തിൽ പോലും വാർത്ത വന്നിട്ടില്ല. അന്നേരം തന്നെ അത് മുങ്ങുകയാണ്. അപ്പം എന്നോട് ആദ്യം ചോദിച്ചു, ഇങ്ങനെ മുക്കാനാണോ ഈ വാർത്തയും കൊണ്ട് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ലെന്ന് പറഞ്ഞു. ഞാനത് ചെയ്തെന്ന് വീഡിയോ എടുക്കുന്നത് പബ്ലിഷ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒരു 3-4 ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ അവിടെ നിന്ന് ഇതിൻ്റെ കാര്യത്തിനെല്ലാം വന്നത്. ഒരാൾ ക്രൈംബ്രാഞ്ചിൻ്റെയൊക്കെ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്. എന്നോട് പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പുള്ളിയുടെ പൂർണ്ണമായ തെളിവുണ്ട്. അപ്പോൾ ഇതിന് എല്ലാവിധ നമുക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും പുള്ളി ചെയ്ത് തന്നേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ പരിസരവാസികൾ ഒത്തിരി പേര് എല്ലാ സഹായമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, നിങ്ങൾ കാണാം, ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇവിടെ മണ്ണടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കട കണ്ടോ, ഈ കടയോട് ചേർന്ന് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേന് അവിടെ ഒരു കെട്ട് കാണാം. നിങ്ങൾക്ക് കാണിക്കാം നിങ്ങളെ. ഇതെല്ലാം പുറമ്പോക്കാണ്. ഈ കിടക്കുന്ന ഇതെല്ലാം മൊത്തം പുറമ്പോക്ക് സ്ഥലമാണ്. അത് പൂർണ്ണമായ തെളിവുണ്ട്. ഇതേണ്ട ഈ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഈ കടയോട് ചേർന്ന് ഇതേണ്ട ഈ ഒരു കെട്ട് കണ്ടോ, ഇവിടം തൊട്ട് നേരെയാണ് ഈ വസ്തു പോകുന്നത്. പക്ഷേ അതിനിപ്പുറം കിടക്കുന്ന സ്ഥലം മുഴുവൻ പുറമ്പോക്കാണ്. അവിടെ എല്ലാം മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതെല്ലാം കോട്ടയത്ത് എന്തുമാത്രം സർക്കാർ ഉദ്യോഗസ്ഥരുടെയും എല്ലാവരുടെയും മൂക്കിന് തുമ്പത്ത് നടക്കുന്ന ഈ ഒരു സംഭവം അവരെല്ലാം കണ്ണടച്ചിരിക്കുകയാണ്. ഇവിടെ മണ്ണടിച്ച് ഇപ്പം അടുത്ത മഴക്കാലം വരുമ്പോഴത്തേന് ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്, വയനാട്ടിലെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു വലിയ ദുരന്തവും ഇവിടെ ഉണ്ടാകാം. കാരണം ഈ പുഴയൊക്കെ ഗതി മാറി ഒഴുകുമ്പോഴാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. കണ്ടോ, അവിടെ ടിപ്പറെല്ലാം JCBയും എല്ലാം ഉണ്ട്. അത് കുറേ നാളുകളായിട്ട് തുടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ രേഖകളും കണ്ടുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അവരെല്ലാം എന്നെ കാണിച്ചായിരുന്നു. അപ്പം മിക്കവർക്കും ഇതിനെതിരെ സംസാരിക്കാൻ പേടിയാണ്. അതാണ് മെയിനായിട്ടുള്ള കാര്യം. കാരണം ഇത്രയും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വായടച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരന് മിണ്ടാൻ പറ്റൂല്ലല്ലോ. അവിടെയുള്ള പരിസരവാസികളെല്ലാം വന്ന് എന്നോട് പറഞ്ഞ് ഞങ്ങൾക്ക് പേടിയാന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് ഒരു ടീമാണ് ഇവിടെ ഈ മണ്ണടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നാട് മുഴുവൻ നശിക്കാൻ ഇത് മാത്രം മതി.